ഇവളാരും എന്നെ റിജക്ട് ചെയ്യും. അവൾക്ക് മാത്രമല്ല, എന്നെ റിജക്ട് 30 പേർക്ക് എന്നെ അറിയില്ല. ഇന്ന് ആരുടെ അടി വാങ്ങിട്ട് വരുന്നതുണ്ടോ കരയിപ്പിക്കാൻ വേണ്ടിട്ട്. എടാ മറ്റേ അശ്വിനി ഇല്ലേ, അവൾക്ക് എന്നെ വേണ്ട പോലും. ഇതിപ്പോ ഏത് അശ്വിനിന്നോ എത്രാമത്തെ അശ്വിനിന്നോ എനിക്കറിയില്ല. എന്റെ അറിവിൽ തന്നെ നിന്നൊരു 10-30 പേര് വേണ്ട പറഞ്ഞടാ. ഇനിയെങ്കിലും നിർത്തിക്കൂടെ പണി? അതെങ്ങനെയാണ് നമുക്ക് നിർത്താൻ പറ്റും? ഐ ക്യാൻ ഡു ദിസ് ഓൾ ഡേ. ക്യാപ്റ്റൻ ഫാൻ അല്ലാത്തതും കൂടെ തുപ്പോടാ. എൻ്റെ അടുത്തൊക്കെ വന്ന് പറഞ്ഞല്ലോ. എടാ എനിക്കൊരു കാര്യം അറിയോ, ആക്ച്വലി അവരെന്നെയല്ല, ഞാൻ അവരെല്ലാവരെയും റിജക്ട് ചെയ്തു. എങ്ങനെടാ ചിരിക്കാണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? എടാ ഇങ്ങനെയൊക്കെ പറയുന്നതന്നെ ഉള്ളൂ, അവസാനം പെണ്ണൊന്നും കിട്ടാണ്ട് ഒറ്റത്തടിയാവുമോ? ഇപ്പോഴാണ് നീ ട്രാക്കിക്കുന്നത്. എടാ ഈ കോൺസെപ്റ്റിനെ പറ്റിയില്ലേ ഞാനിപ്പോൾ റിവീൽ കണ്ടു. അതിലെന്താ പറഞ്ഞറിയോ, നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി അവിടെ എന്നിട്ട് വല്ല ഫോമൊക്കെ ചെയ്യുന്നുണ്ടാവും, നിന്നെ ആരും സ്നേഹിക്കരുതേ, ഇവ എൻ്റെ മാത്രം ആയിരിക്കണേ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിനക്ക് പെണ്ണിട്ടത്. നീ അങ്ങനെ ഒരു ആംഗിൾ ആലോചിച്ച് നോക്ക്. എടാ ഞാൻ ഈ ഒരു ആംഗിൾ ആലോചിച്ചേ ഇല്ല. ഉറപ്പ് പൂജ ചെയ്യണ്ടാവുള്ളൂ. എനിക്കറിഞ്ഞു കൂടി ഒരു 1 ലക്ഷത്തിന്റെ പൂജ തന്നെ അവള് ചെയ്യണ്ടാവും. വെറുതെ 30 പേര് എന്നെ അറിയാലോ ചെയ്യണ്ടാവും. അബദ്ധമായോ? എടാ ഇവൾക്ക് എന്നായി ഹോമം കഴിഞ്ഞ് വെളിയിൽ വന്നൂടെ? ഇവള് ഉള്ളിലേ ഇരുന്ന് കഴിഞ്ഞാൽ ഇവളുടെ അടുത്ത് ആരെങ്കിലും പോയിട്ട് ആ പൂജ ഒന്ന് നിർത്താൻ പറഞ്ഞ ഇവളുടെ പൂജയൊക്കെ ഫലിക്കുന്നെന്ന് ഇവളിൽ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കാം? എന്നാലും ഒന്ന് ആലോചിച്ചിട്ടൊക്കെ പോരെ. താങ്ക്സ്. ഇനി ഉള്ള എല്ലാ അമ്പലങ്ങളും ഹോമകുണ്ടങ്ങളും മാത്രമാണ് എന്റെ ചിന്ത. കണ്ടുപിടിച്ചു. അല്ലെങ്കിലേ ബുദ്ധിയും ബോധമില്ല, ഇതും കൂടെ കണ്ടുപിടിച്ചിരിക്കണം. ഒരു പക്ഷെ അവളായിരിക്കുമോ? അവള് തന്നെ കൺഫേം. എടാ വേണ്ട, ഞാൻ ആദ്യം കണ്ടുപിടിച്ചിട്ട് അവൻ്റെ അടുത്ത് പറയാം.